ഹായ് എവരി വൺ, വെൽക്കം ടു മഞ്ജൂസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 10th പ്രിലിംസിൻ്റെ സ്റ്റേജ് 2 എക്സാമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിൽ ചോദിച്ചിട്ടുള്ള മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്കിവിടെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, 5 വർഷം മുൻപ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്യാം. 5 വർഷം മുമ്പ് നമ്മൾ എടുക്കുകയാണ്. 5 വർഷം മുൻപത്തെ കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുകയാണ് ഷീലയുടെ വയസ്സ്, SL എന്ന് എടുക്കുകയാണ്. ഷീലയുടെ വയസ്സെന്ന് പറയുന്നത് അറിയില്ല, നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ സാബുവിൻ്റെ വയസ്സ് എത്രയായിരിക്കും? സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. അപ്പോൾ എക്സ് എന്നുള്ളത് 3x ആവും അല്ലേ. ഇനി തന്നിരിക്കുന്നത് ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ടെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം എന്താണ്? സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. അപ്പോൾ 5 വർഷം മുന്നത്തെ കാര്യം നമ്മൾ എടുത്തു. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം എന്തായിട്ട് മാറും? ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുന്നത്, ഷീലയുടെ വയസ്സെന്ന് പറയുന്നത് x+5 അല്ലേ. 5 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ. അതേപോലെ തന്നെ സാബുവിൻ്റെ വയസ്സെന്ന് പറയുന്നത് 3xൻ്റെ കൂടെ 5 വർഷം കൂടും അല്ലേ. ഇവിടെ തന്നിരിക്കുന്നത് ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ടെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സാബുവിൻ്റെ വയസ്സ് 3x + 5 ആണ് കിട്ടി, = ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതൽ. ഷീലയുടെ വയസ്സ് എത്രയാണ്? x+5 ആണ്. അപ്പോൾ x+5 + 12 എന്ന് വരും അല്ലേ. ഇനി നമുക്കിതിൽ നിന്നും എക്സിൻ്റെ വില കാണാം. 3x + 5 = x+5 + 12 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ എക്സ് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ 3x - x 2x ആവും, = 5 + 12. ഈ 5 അപ്പുറത്തോട്ട് പോകുമ്പോൾ -5 ആവും. അപ്പോൾ എക്സിൻ്റെ വില എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 5ഉം ക്യാൻസൽ ചെയ്യും. 12 ഈ 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ ÷ 2 എന്നാവും. എക്സിൻ്റെ വില നമുക്ക് 6 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് എടുത്തത്? x+5 ആണ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. x+5 എന്നുള്ളത് എന്താവും? എക്സിൻ്റെ വില 6 + 5 = 11. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നതിന് NQXG എന്ന് എഴുതിയിരിക്കുന്നു. എങ്കിൽ ഹെയ്റ്റ് എന്നതിനുള്ള കോഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതുവാണ്. ലവ് NQXG. അപ്പോൾ ഓരോ ആൽഫബറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് കൊടുക്കാം. Lന് 12 ആണെന്നറിയാം, Oക്ക് 15 ആണെന്നറിയാം, Vക്ക് 22 ആണ്, Eക്ക് 5 ആണ്. അതേപോലെ തന്നെ Nന് 14 ആണ്, Qന് 17 ആണ്, Xന് 24 ആണ്, Gക്ക് 7 ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. 12ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് 14 കിട്ടിയത്. അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കുമ്പോൾ 15ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് 17 കിട്ടിയത്. അതേപോലെ തന്നെ 22ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് 24 കിട്ടിയത്. നെക്സ്റ്റ് 5ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് 7 കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് പോവാണ്. അപ്പോൾ ഇതേ കാര്യം നമുക്ക് ഹെയ്റ്റിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഹെയ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഹെയ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും എന്നുള്ളത് നോക്കാം. ഹെയ്റ്റ് Hന് 8 ആണെന്നറിയാം, Aക്ക് 1 ആണ്, Tക്ക് 20 ആണ്, Eക്ക് 5 ആണ്. അപ്പോൾ 2 വെച്ചിട്ട് എല്ലാത്തിലും നമുക്ക് ആഡ് ചെയ്യാം. 8ഉം 2ഉം 10. 10ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരിക? J ആണ് വരിക. നെക്സ്റ്റ് A ആണ്. Aക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ്. 1ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 3 വരും. 3 വരുമ്പോൾ ഏതാണ് ആൽഫബറ്റ്? C ആണ്. അത് കഴിഞ്ഞാൽ 20 ആണ്. Tക്ക് 20 ആണ്. 20ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 22 വരും. 22ന് കറസ്പോണ്ടിങ് ആയിട്ട് V ആണ്. അത് കഴിഞ്ഞിട്ട് E ആണ് ആൽഫബറ്റ്. Eന് കറസ്പോണ്ടിങ് ആയിട്ട് 5 ആണെന്നറിയാം. 5ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. 7ന് കറസ്പോണ്ടിങ് ആയിട്ട് G ആണ്. JCVG എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 - 1/2 × 1/2 + 1/2. ഇതിൻ്റെ വാല്യൂ നമുക്ക് കാണണം. അപ്പോൾ ഇത് കാണാനുള്ള വഴിയൊക്കെ നമുക്കറിയാം. ബോർഡ് മാസ് എന്ന് പറയുന്ന റൂൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ബോർഡ് മാസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ മൈനസ് ഉണ്ട്, ഇൻറ്റു ഉണ്ട്, പ്ലസ് ഉണ്ട്. ആദ്യം ചെയ്യേണ്ടത് ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 1 മൈനസ് 1/2 ഇൻറ്റു 1/2 എന്നുള്ളത് 1/4 ആവും, പ്ലസ് 1/2. 1 മൈനസ് 1/4 എന്ന് പറയുമ്പോൾ ഇസ് ഈക്വൽ ടു 3/4 പ്ലസ് 1/2. ഇനി ഇത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു മുകളിൽ 6 പ്ലസ് 4 10, 10/8 എന്ന് വരും. ഇസ് ഈക്വൽ ടു ക്യാൻസൽ ചെയ്യുമ്പോൾ 5/4 എന്ന ആൻസർ കിട്ടും. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 5/4 ആണ്. 5/4 ഓപ്ഷനിൽ നോക്കുക, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 1/4 എന്ന് പറയുന്നതാണ് 5/4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏത്? എ സെഡ്, ബി വൈ, സി എക്സ്, ഡി ഡബ്ല്യു. നെക്സ്റ്റ് ടൈം കാണണം. ഇവിടെ ഫസ്റ്റ് ടൈംസ് നോക്കുക. ആദ്യം എ ബി സി ഡി അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇ ആകുമ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ എല്ലാത്തിലും ഇ ആണ്. ഇനി നെക്സ്റ്റ് ടൈം കാണാം. സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് സെഡ്, വൈ, എക്സ്, ഡബ്ല്യു. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായിരിക്കും? കുറഞ്ഞാണ് പോകുന്നത് അല്ലേ? നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് വി ആയിരിക്കും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. ഓപ്ഷൻസ്: താരതമ്യം, വർഗീകരണം, നിരീക്ഷണം, നിഗമനം, അപഗ്രഥനം. അപ്പോൾ ഇതിലാദ്യം വരുന്നത് ഏതായിരിക്കും? നിരീക്ഷണം അല്ലേ? ഫസ്റ്റ് നിരീക്ഷണമാണ് വരിക. നിരീക്ഷണം കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? താരതമ്യം ചെയ്യാണ് അല്ലേ? അതിന് ശേഷമാണ് വർഗീകരിക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതായിരിക്കും? ആദ്യം നിരീക്ഷണം, 3 വരുന്ന ഓപ്ഷൻ. അപ്പോൾ സിയും ഡിയും ക്യാൻസൽ ചെയ്യാം, പിന്നെ എയും ബിയും മാത്രമായിട്ട് നിൽക്കും. നെക്സ്റ്റ് നോക്കുമ്പോൾ താരതമ്യമാണ് വരുന്നത്. അപ്പോൾ 2 വരുന്ന ഓപ്ഷൻ ബി ആണ്. അത് കഴിഞ്ഞാൽ വർഗീകരണമാണ്, അതിന് ശേഷമാണ് എന്ത് വരുന്നത്? അപഗ്രഥനം വരുന്നത്. ഏറ്റവും ലാസ്റ്റാണ് നിഗമനം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? അപ്പോൾ തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട് 300. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ എടുക്കുവാണ്. നമുക്കറിയില്ല, നമ്മൾ എടുക്കുകയാണ്. ആദ്യത്തെ എക്സ് ആണെന്ന് വിചാരിച്ചു. തുടർച്ച ഏതാണല്ലോ, അപ്പോൾ നെക്സ്റ്റ് സംഖ്യ ഏതായിരിക്കും? x+1. അത് കഴിഞ്ഞാൽ x+2. അത് കഴിഞ്ഞാൽ x+3. അത് കഴിഞ്ഞാൽ x+4. ഇപ്പോൾ എത്ര എണ്ണമായി? 1 2 3 4 5 എണ്ണമായി. ഇവയുടെ തുക എന്ന് പറയുന്നത് 300 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ പ്ലസ് ഇട്ട് കൊടുക്കാം അല്ലേ? ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുവാണ്. ഇസ് ഈക്വൽ ടു 300. ഇതിൽ നിന്നും എക്സിൻ്റെ വില കാണാമല്ലോ. 1 2 3 4 5. 5x ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? 5x പ്ലസ് 10 എന്ന് പറയുന്നത് 300. അപ്പോൾ 5x എന്ന് പറയുന്നത് 300 മൈനസ് 10 290. അപ്പോൾ എക്സിൻ്റെ വില എന്ന് പറയുന്നത് 290 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. ക്യാൻസൽ ചെയ്യുമ്പോൾ 290/5 ക്യാൻസൽ ചെയ്യുമ്പോൾ 5 29 5 തവണ, ബാക്കി 4 ഉണ്ട് 40. 40ൽ 8 തവണ 58 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്മൾ എടുത്തിരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? x+4 ആണ് അല്ലേ? അപ്പോൾ 58ൻ്റെ കൂടെ എന്ത് കൂട്ടണം? 4 ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ 58ഉം 4ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 62 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യ ജോഡികളിൽ തുക 1 വരാത്തത് ഏത്? ഓരോ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1/2 1/2. 1/2 1/2 ആഡ് ചെയ്യുമ്പോൾ 1 തന്നെയാണ് ആൻസർ കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2/3 + 1/3. ഡിനോമിനേറ്റർ നോക്കുമ്പോൾ 2ൽ 3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ആഡ് ചെയ്യാം? മുകളിലത്തെ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം അല്ലേ? സെയിം ഡിനോമിനേറ്റർ ആണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. അപ്പോൾ 2ഉം 1ഉം മുകളിൽ എന്ത് വരും? 3 താഴെ 3 ക്യാൻസൽ ചെയ്യുമ്പോൾ 1 എന്ന് വരും. അപ്പോൾ ഇത് എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ അതേപോലെ തന്നെയാണ്. താഴെ തന്നിരിക്കുന്നത് രണ്ടും സെയിം നമ്പറാണ്. അപ്പോൾ മുകളിൽ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 5 4 9 ഡിവൈഡഡ് ബൈ 11 എന്ന് വരും. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ഓപ്ഷൻ കൂടി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. താഴെ 15 ആണ്, അത് അതേപോലെ എടുത്ത് എഴുതി. മുകളിൽ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 8 7 15. 15/15 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇത് എലിമിനേറ്റ് ചെയ്യാം.
ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ്? ഓപ്ഷൻസ് നോക്കുമ്പോൾ 5ൻ്റെ ക്യൂബാണ് തന്നിരിക്കുന്നത്. അതൊരു പൂർണ്ണവർഗമാണോ? അല്ല. പൂർണ്ണവർഗം ആവണമെങ്കിൽ പവറിൽ തന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഇരട്ടസംഖ്യ ആയിരിക്കണം. ഇവിടെ ഓപ്ഷൻ ബി നോക്കുമ്പോൾ 5ൻ്റെ പവറിൽ 4ആണ്. ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഓപ്ഷൻസും കൂടി നോക്കാം. നെക്സ്റ്റ് 5ൻ്റെ പവറിൽ 5ആണ്. ഇതൊരു ഓഡ് നമ്പറാണ്, അഥവാ ഒറ്റസംഖ്യയാണ്. അതുകൊണ്ട് ഇത് തെറ്റാണ്. നെക്സ്റ്റ് ഓപ്ഷനും 5⁻7 തന്നിരിക്കുന്നത്. 7 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ അഥവാ ഒറ്റസംഖ്യയാണ്. സോ ഇതും തെറ്റാണ്. അപ്പോൾ പൂർണ്ണവർഗം ആവണമെങ്കിൽ പവറിലാണ് തന്നിരിക്കുന്നതെങ്കിൽ പവറിൽ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് ഇരട്ടസംഖ്യ ആയിരിക്കണം, അഥവാ ഈവൺ നമ്പർ ആയിരിക്കണം. അങ്ങനെ വരുന്ന ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 കിലോഗ്രാം ആപ്പിളിന് 150 രൂപയും 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപയുമാണ് വില. 3 കിലോഗ്രാം ആപ്പിളിനും 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടിയിട്ട് ആകെ എത്ര രൂപയാകും എന്നാണ് തന്നിരിക്കുന്നത്. 1 കിലോഗ്രാം ആപ്പിളിന് 150 രൂപ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 കിലോഗ്രാം ആപ്പിളിന് എന്തായിരിക്കും? 1 കിലോന് 150. അപ്പോൾ 3 കിലോഗ്രാമിന് എന്തായിരിക്കും? 150 × 3 = 8×3 = 24. ബാക്കി 2 ഉണ്ട്, 5 540. നെക്സ്റ്റ് 1 കിലോഗ്രാം ഓറഞ്ചിന് 60. 1 കിലോഗ്രാം ഓറഞ്ചിന് 60. അങ്ങനെയാണെങ്കിൽ 4 കിലോഗ്രാം ഓറഞ്ചിന് എത്രയായിരിക്കും? 4 × 60 = 240. ഇനി ആകെയാണ് ചോദിച്ചിരിക്കുന്നത്. ആകെ കാണാനായിട്ട് ഇത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ 0, 8, 7 750 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാനാര്? 63, 67, 71, 73. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. കാരണം എന്താണ്? ഓപ്ഷൻ ബിയും സിയും ഡിയും നോക്കുമ്പോൾ അതൊക്കെ എന്താണ്? പ്രൈം നമ്പേഴ്സാണ്. അഥവാ അഭാജ്യ സംഖ്യകളാണ്. പക്ഷേ ഓപ്ഷൻ എ എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യ അല്ല. 63നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും അല്ലേ? സോ നമുക്ക് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ 16ാമത് നിൽക്കുന്നു. പിന്നിൽ നിന്നും എണ്ണുമ്പോൾ ഫാത്തിമ 38ാമത് നിൽക്കുന്നു. എങ്കിൽ രാഹുലിനും ഫാത്തിമയ്ക്കും ഇടയിൽ വരിയിൽ എത്ര കുട്ടികളുണ്ട്? ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഒരു വരിയിൽ 50 കുട്ടികളുണ്ട്. ടോട്ടൽ എത്രയാണ്? 50 കുട്ടികൾ. നമ്മളൊരു വരി എടുത്തു. ഓക്കെ, ഇതാണ് ആ വരിയും നമ്മളെടുത്തു. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ 16ാമതാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് എണ്ണുവാണ്. ഇത് രാഹുലാണെന്ന് വിചാരിച്ചു. രാഹുൽ നിൽക്കുന്ന സ്ഥാനം 16ാമതാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ. ടോട്ടൽ 50 പേരാണെന്നാണ് തന്നിരിക്കുന്നത്. അതിൽ രാഹുൽ 16ാമത്തെ ആളാണ്. അപ്പോൾ ബാക്കി എത്ര പേരുണ്ട്? ഇനി 50ൽ നിന്നും 16 മൈനസ് ചെയ്താൽ മതി. ഓക്കെ, 4, 3, 34 പേര് ഇനി ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ബാക്കിയുണ്ട്. ഈ ബാക്കിയുള്ളത് 34 പേരുണ്ട്. ഇനി തന്നിരിക്കുന്നത് ഫാത്തിമ താഴെ നിന്ന് 38ാമതാണ്. താഴെ നിന്ന് 38ാമെന്ന് പറയുമ്പോൾ ഇത്രയും 34 പേരുണ്ട്. ഓക്കെ, ഇനി 4 എണ്ണം കൂടി പോയാൽ പോരെ 38ാമതാവാനായിട്ട്. അപ്പോൾ 34 പേര് ഇത്രയുണ്ട്. അത് കഴിഞ്ഞാൽ 35ാമത്തെ ആൾ ആരാണ്? പുറകിൽ നിന്ന് എണ്ണുമ്പോൾ രാഹുലാണ്. 35, 36, 37, 38. 38ാമതാണ് ഫാത്തിമ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർക്ക് 2 പേരുടെ ഇടയിൽ എത്ര പേരുണ്ട്? ആകെ 2 പേര് നിൽക്കുന്നുള്ളൂ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? അപ്പോൾ ഡയറക്ഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്ഷൻ നമുക്കറിയാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തെക്കോട്ട് 12 കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് എടുക്കുന്നു. എന്നിട്ട് അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. കിഴക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട്. ഓക്കെ, 7 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇവിടെ നിന്ന് വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇവിടെ നിന്ന് വലത്തോട്ടെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? വീടെന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അയാളുടെ സ്ഥാനം എങ്ങോട്ടാണ്? വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ടാണ് നിൽക്കുന്നത് അല്ലേ? ഇങ്ങോട്ട് നിൽക്കുന്നത് എന്താണ്? തെക്കാണ് അല്ലേ? ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്
തെക്കാണ്. ഇനി എത്ര കിലോമീറ്റർ ആണെന്നറിയണം. എത്ര കിലോമീറ്റർ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ടോട്ടൽ 12 ആണ്. ഈ ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? ഇതേ ഭാഗം തന്നെയാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ ലെങ്ത്ത് തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഇവിടെ 4 വരും. 12 4 കൂട്ടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 16 എന്ന ആൻസർ കിട്ടും. സോ നമ്മുടെ ആൻസർ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിൽ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. ഏറ്റവും കൂടുതൽ ഭാരം ഡിക്ക് ആണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. 5 കുട്ടികളുണ്ട്. അവരുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. അപ്പോൾ ബി നമ്മൾ എടുക്കുകയാണ്. ബി ജസ്റ്റ് ഒന്ന് എടുത്തു. ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ എ വലുതായിരിക്കും. അതേപോലെ തന്നെ ഡിയും നമ്മൾ എടുക്കുകയാണ്, ബിയിനേക്കാളും വലുതായിട്ട് എടുക്കുകയാണ്. ഇനി ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലാണ്, ബിയേക്കാൾ കുറവാണ്. അപ്പോൾ ബിയേക്കാൾ കുറവാണ് എന്ത്? ഇ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതൽ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സിയേക്കാൾ വലുതാണ് ഇ. ഓക്കെ, അപ്പോൾ സി എന്തായിരിക്കും? ഇനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ സി നമ്മളിങ്ങനെ എടുത്തു. ഇനി തന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭാരം ഡി ആണ്. അപ്പോൾ ഡി ആണ് ഇവിടെ വലുത്. ഓക്കെ, ആണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കുറവ് ഭാരം ആർക്കാണ് നോക്കുമ്പോൾ ഏറ്റവും ചെറുത് സി ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഫിഗർ വരച്ച് ചെയ്യാന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബി സി is equal to 6, ബി സി ഡി is equal to 9 ആണെങ്കിൽ സി ഡി ഇ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എ ബി സി എങ്ങനെയാണ് 6 എന്ന് കിട്ടിയത്? എയുടെ വില നമുക്കറിയാം 1 ആണ്, ബിയുടെ 2 ആണ്, സിയുടെ 3 ആണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്ത് നോക്കൂ. 1 + 2 + 3 എത്രയാണ്? 6 ആണ്. ബി സി ഡി അതുപോലെ തന്നെ ചെയ്യാം. 9 കിട്ടുന്നുണ്ടോ നോക്കാം. ബിക്ക് 2 ആണ്, സിക്ക് 3 ആണ്, ഡിക്ക് 4 ആണ്. 4 3 7 2 9 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സി ഡി കണ്ടൂടെ? സി എന്ന് പറയുന്നത് 3 ആണ്, ഡി എന്ന് പറയുന്നത് 4 ആണ്, ഇ എന്ന് പറയുന്നത് 5 ആണ്. ആഡ് ചെയ്യുമ്പോൾ 5 4 9 3 12. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 20 മീറ്റർ/സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാറ് 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സ്പീഡ് is equal to ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് നമുക്കറിയാം. ഇതിൽ നിന്നും ടൈമിൻ്റെ കാണാലോ. ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 36 കിലോമീറ്റർ തന്നിട്ടുണ്ട്. ഇവിടെ മീറ്റർ/സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മിനിറ്റിലാണ്. അപ്പോൾ നമുക്ക് 36 കിലോമീറ്റർ എന്ന് പറയുന്നത് മീറ്ററിലോട്ടായി തന്നെ മാറ്റണം. നമുക്കറിയാം കിലോമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മീറ്ററിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 36 × 1000 എന്ന് പറയുന്നത് 36,000. ഓൾ ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് 20 തന്നിട്ടുണ്ട് മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 1800 സെക്കൻഡ് എന്ന് കിട്ടും. നമുക്ക് കാണേണ്ടത് മിനിറ്റിലാണ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മിനിറ്റിലാണ്. അപ്പോൾ സെക്കൻഡിനെ മിനിറ്റിലോട്ട് മാറ്റണം. 1800 ഡിവൈഡഡ് ബൈ സെക്കൻഡിനെ എങ്ങനെയാണ് മിനിറ്റിലോട്ട് മാറ്റുന്നത്? 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ക്യാൻസൽ ചെയ്യും. 6 3 18 30 മിനിറ്റ് എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏത്? ഇവിടെ നോക്കുമ്പോൾ 25/2. അപ്പോൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.25 കിട്ടുന്നുണ്ടോ നോക്കാം. 12.5 എന്നാണ് കിട്ടുക അല്ലേ? നമുക്ക് 1.25 ആണ് കിട്ടേണ്ടത്. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാം. ഇനി ഇവിടെ ബി നോക്കുമ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു 0 ഉള്ളൂ. അപ്പോൾ ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിൻ്റ് ഇടുക. അപ്പോൾ 12.5 എന്ന് കിട്ടും. അതും ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് 5/2 എന്നാണ്. 5/2 എന്ന് പറയുന്നത് 2.5 ആണ്. അപ്പോൾ അതും ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 5/4 എന്ന് പറയുന്നത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1.25 എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാളൊരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? ഇവിടെ നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്ന് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഇല്ലാതെയും ചെയ്യാം. നമുക്ക് ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യാന്നുള്ളത് നോക്കാം.
നമുക്ക് വാങ്ങിയ വില അറിയില്ല. വാങ്ങിയ വില അഥവാ കോസ്റ്റ് പ്രൈസ് നമുക്കറിയില്ല. നമ്മളതിന് എക്സ് എന്ന് എടുത്തു. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടം ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിയ വില എക്സ് എന്ന് എടുത്തു. അതിന് എത്ര നഷ്ടം പറ്റി? വാങ്ങിയ വിലയുടെ 90% നഷ്ടമാണ് സംഭവിച്ചത് അല്ലേ? നഷ്ടം എന്ന് പറയുമ്പോൾ വാങ്ങിയ വിലയുടെ 90%, 10% നഷ്ടമാണ്. അപ്പോൾ വാങ്ങിയ വിലയുടെ 90% എന്ന് പറയുന്നതാണ് ഈ 2070 എന്നുള്ളത്. അതായത് 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിയ വിലയുടെ 90%ആണ് ഈ 2070 എന്ന് പറയുന്നത്. അവിടെ 10% നഷ്ടമാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിൽ നിന്നും എക്സിൻ്റെ വില കാണാം. 0 ക്യാൻസൽ ചെയ്തു. എക്സ് എന്ന് പറയുന്നത് 2070 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 10 എന്ന് കിട്ടും. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2, 3, 0 ഇസ് ഈക്വൽ ടു 2300 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വാങ്ങിയ വില 2300 എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വാങ്ങിയ വില 2300 ആണെങ്കിൽ 5% ലാഭം ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് കണ്ടാൽ മതി? ഈ 2300ൻ്റെ 105% കണ്ടാൽ മതി. ലാഭമാണ്, അപ്പോൾ 105% കണ്ടാൽ മതി. ഇസ് ഈക്വൽ ടു, ഇത് ക്യാൻസൽ ചെയ്ത് പോവും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 105 ഇൻറ്റു 23 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2415 എന്നാണ്. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 196 ചതുരശ്ര മീറ്റർ പരപ്പളവ് ഉള്ള ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? അപ്പോൾ സമചതുരമാണ് തന്നിരിക്കുന്നത്. സമചതുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വശവും ഈക്വൽ ആയിരിക്കും. 196 പരപ്പളവും തന്നിരിക്കുന്നത് അഥവാ വിസ്തീർണം. അപ്പോൾ ഏരിയ, വിസ്തീർണം. നമുക്കറിയാം സമചതുരത്തിൻ്റെ എല്ലാ വശവും ഈക്വൽ ആയതുകൊണ്ട് ഏരിയ എന്ന് പറയുന്നത് ഇത് എക്സ് ആണ് ഒരു വശമെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നതാണ് അതിൻ്റെ വിസ്തീർണം. 196 തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ വില കാണാമല്ലോ, അഥവാ ഒരു വശത്തിൻ്റെ നീളം കാണാമല്ലോ. 196ൻ്റെ റൂട്ട് എടുത്താൽ മതി. സ്ക്വയർ റൂട്ട് കാണുമ്പോൾ 14 ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5, 7, 14 എന്നീ 3 സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യാം? ഇതിൻ്റെ LCM കണ്ടാൽ മതി. 5, 7, 14 LCM കാണുമ്പോൾ ഇതിൽ 7 പോവും അല്ലേ? അപ്പോൾ 5 പോവില്ല. 5 അതേപോലെ എടുത്ത് എഴുതി. 7 ഒരു തവണ, 14 2 തവണ. ഇതെല്ലാം കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് 2 10, 10 × 7 70 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സോറി, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടുപോയായിരുന്നു. 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 3/4 ഭാഗം നിറഞ്ഞു എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ നിന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ടാങ്ക് കൺസിഡർ ചെയ്യുകയാണ്. ഇതാണ് ഒരു ടാങ്ക് എന്ന് വിചാരിച്ചു. ടോട്ടൽ എത്രയാണ്? 36 ലിറ്റർ വെള്ളമാണ് അതിൽ കൊള്ളുന്നത്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 3/4 ഭാഗം നിറഞ്ഞു എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 36 ഉണ്ട്. 36ൻ്റെ 3/4 ഭാഗം നമുക്ക് ആദ്യം തന്നെ കാണാം. 36ൻ്റെ 3/4 ഭാഗം എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്യുമ്പോൾ 9, 9 3 27 ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയില്ല ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു എന്ന്. നമ്മളതിനെ എക്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ എക്സ് ഭാഗം അതിൽ വെള്ളം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് പ്ലസ് എക്സ് ഭാഗം വെള്ളം ആദ്യം ഉണ്ടായിരുന്നു. ആ എക്സിൻ്റെ കൂടെ 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 27 മാറി. 3/4 ഭാഗം എന്ന് പറയുന്നത് 27 കിട്ടി. അപ്പോൾ എക്സിൻ്റെ കൂടെ 20 ലിറ്റർ കൂടി ഒഴിച്ചപ്പോൾ 27 ലിറ്റർ ആയിട്ട് മാറി. അപ്പോൾ അതിൽ നിന്നും എക്സ് കാണാമല്ലോ. എക്സ് എന്ന് പറയുന്നത് 27 - 20 എന്ന് പറയുന്നത് 7. ഓക്കെ, അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 7 ലിറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നടത്തിയ 10th പ്രിലിംസ് സ്റ്റേജ് 2 ചോദിച്ചിട്ടുള്ള എല്ലാ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.